മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. സുരേഷ് ഗോപി കാണിക്കുന്ന മാന്യത കേരളത്തിലെ നിലവിലെ ഏതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവെങ്കിലും തിരിച്ചു കാണിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് കേൾക്കാൻ. എയിംസ് എന്തായാലും കേരളത്തിൽ വരും. ഇപ്പോൾ 10 സ്ഥലമാണ് തരാമെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്, ആരോഗ്യമന്ത്രി. അതിൽ നോക്കിക്കോണം, തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിലുള്ള 7 നിയമസഭാ MLA-മാരും തലകുനിക്കണം, ഏത് പാർട്ടി ആയാലും. അപ്പൊ കേരളത്തിനൊരു എയിംസ് എന്ന് പറയുന്നത് മോദി ഭരണത്തിന്റെ വ്യക്തമായ നിലപാട് കേരളത്തിലും ഒരെണ്ണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട. ഞാൻ ജയിച്ചു വന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോഴും ഞാൻ തൃശ്ശൂരിന് വേണ്ടി ശാഠ്യം പിടിച്ചിട്ടില്ല. പ്രാദേശികതയ്ക്ക് ഇതിനകത്ത് മുൻതൂക്കമുണ്ടെങ്കിൽ ഞാൻ പറയും, അത് മോദിക്കൊരു MP കൊടുത്ത തൃശ്ശൂർക്കാർക്ക് മോദി തിരിച്ചു കൊടുക്കേണ്ട സമ്മാനമാണ് എയിംസ്. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് മറ്റു പാർട്ടിയിലെ ആളുകളെ ചേട്ടൻ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്? നമ്മുടെ മലയാളികളുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ട് ചേട്ടൻ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. അതേ സമയത്ത് BJP-യിൽ നിന്ന് അത്തരം സംസ്കാരങ്ങൾ കൃത്യമായിട്ട് ഉയരുന്നുണ്ട്. സുരേഷ് ഗോപി എത്ര സുന്ദരമായിട്ടാണ് എതിർ പാർട്ടിയിലെ മന്ത്രിയായിട്ടുള്ള K. മുരളീധരനെ ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അത് അദ്ദേഹം ഇത് ആദ്യമായിട്ടൊന്നല്ല, നിരവധി തവണ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എതിർ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ. എന്നാൽ ആ മാന്യതയൊന്നും തിരിച്ച് LDF-ൽ നിന്നോ UDF-ൽ നിന്നോ ഒരിക്കൽ പോലും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടില്ല, BJP-ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. നമുക്കൊക്കെ തന്നെ അറിയാവുന്നതല്ലേ, എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലേക്ക് എയിംസ് ഒക്കെ എത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചത് സുരേഷ് ഗോപിയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ മുതൽ നിരവധി തവണ സുരേഷ് ഗോപിയെ തോന്നിയതുപോലെ ഇവിടെയുള്ള UDF-ഉം LDF-ഉം ആക്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. UDF-ഉം LDF-ഉം കൂടി ഒരുമിച്ച് 10-65 വർഷക്കാലം നമ്മുടെ രാജ്യം അവർ ഭരിച്ചിട്ടും കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എയിംസ് കൊണ്ടുവരുന്നത് സുരേഷ് ഗോപിയാണ്. എന്നിട്ട് ആ എയിംസ് എവിടെ എന്ന് ചോദിച്ചിട്ട് പോലും ക്രൂശിച്ചിട്ടുണ്ട്, ഒരു സ്ഥലം പോലും പറഞ്ഞു കൊടുക്കാതെ. ഇപ്പൊ ഏറ്റവും ഒടുവില് സ്ഥലം കൊടുത്തിട്ടുണ്ട്. 10 സ്ഥലങ്ങൾ കൊടുത്തതിൽ ഒരു സ്ഥലത്ത് പോലും തൃശ്ശൂരിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ അത് K. മുരളീധരൻ UDF സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തോട് ചെയ്ത ചെറ്റത്തരല്ലേ? വളരെ ലളിതമായ ചോദ്യം. അങ്ങേയറ്റത്തെ ഊളത്തരവും നെറുകേടും അല്ലേ K. മുരളീധരനും ഈ പറയുന്ന UDF-ഉം സുരേഷ് ഗോപിയോട് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും തൃശ്ശൂരിന് വേണ്ടി വാദിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. എയിംസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും അദ്ദേഹം വാദിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യ, സകല മലയാളികൾക്കും അറിയാവുന്നതാ. എന്നാൽ UDF ആ മാന്യത ഉയർത്തിപ്പിടിച്ചിട്ട് സുരേഷ് ഗോപി വിജയിച്ച് വന്ന സ്ഥലം ഉൾപ്പെടുത്തിയിട്ട് കൃത്യമായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? ഈ പറയുന്ന ആലപ്പുഴയിലോ വേറോ സ്ഥലത്താണ് വേണ്ടത്, ഞങ്ങൾ തൃശ്ശൂരും ഉൾപ്പെടുത്തിയിട്ട് ഉണ്ട് എന്ന് മാന്യമായി പറഞ്ഞാൽ ആ പറഞ്ഞതിന് മാന്യത കൊടുക്കുന്നൊരു നേതാവല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്നത്? ആ സുരേഷ് ഗോപിയോട് UDF എന്തുമാതിരി വലിയ നെറുകേട, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാ UDF ഇപ്പൊ നെറുകേടുമായിട്ട് രംഗത്തെത്തി. ഒരു തർക്കം എല്ലാവർക്കും വേണ്ട. തൃശ്ശൂർ ഉൾപ്പെടുത്താതെ മറ്റ് സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് K. മുരളീധരൻ അങ്ങ് കൊടുത്തതാ. ഇനി ഈ K. മുരളീധരനെ ഒന്നും ചേട്ടനെന്നൊന്നും അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹത്തിന്റെ, സുരേഷ് ഗോപിയുടെ ആ വലിയ മഹത്വം, അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തിൽ അദ്ദേഹം ഇനിയും മുന്നോട്ടും മുരളിച്ചേട്ട എന്നൊക്കെ തന്നെ വിളിക്കും. മലയാളികൾക്കറിയാം സുരേഷ് ഗോപി എന്താണ് എന്നുള്ളത്. K. മുരളീധരനും UDF-ഉം തിരിച്ചു കാണിക്കുന്നത് നെറുകേടാണെന്ന് സകലരും തിരിച്ചറിയില്ലേ? ഇനി വിവേകമുള്ള ഓരോ മലയാളിക്കും സുരേഷ് ഗോപിയോട് മുന്നോട്ട് വെക്കാനുള്ളത് ഒരൊറ്റ ആവശ്യം മാത്ര: നിങ്ങളെ വിജയിപ്പിച്ച തൃശ്ശൂരിൽ തന്നെ എയിംസ് കൊണ്ടുവരണം. അതൊരു ആവശ്യമാണ്. UDF ചെയ്ത നെറുകേടിനെതിരെ വിവേകമുള്ള മലയാളികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമായിട്ട് തന്നെ അത് ഉയർത്തേണ്ടതുണ്ട്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. സുരേഷ് ഗോപിയോട് ഈ UDF ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റത്തെ നെറുകേടല്ലേ?
ഇനി മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിലെ ടൂറിസം മന്ത്രി വന്നിട്ടേ ഇല്ല. 28 സംസ്ഥാനങ്ങളെയും അഡ്രസ് ചെയ്ത് എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനൊപ്പം ഈ 4 സോണൽ കോൺഫറൻസിലും പങ്കെടുത്ത ആളാണ് ഞാൻ. അവിടെ കേരളത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്, യോഗ്യമായ ഒരു പ്രോജക്റ്റ് ഇതുവരെ തരാൻ സാധിച്ചിട്ടില്ല കേരളത്തിന്. ടൂറിസം സെക്രട്ടറിയാണ് വന്നത്, മന്ത്രി ഇന്ന് വരെ വന്നിട്ടില്ല. ഞാൻ ഈ 2 വർഷമായിട്ട് ഒരു 10-15 കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അതിലൊന്നും കേരളത്തിലെ ടൂറിസം മന്ത്രി വന്നിട്ടേ ഇല്ല. ഇവിടെ എത്രയോ പ്രോജക്റ്റുകൾ കേരളത്തിന് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ സനീഷ് എൻ്റെ ഓഫീസിൽ വന്നാൽ എത്ര കോടിയാണ് മലമ്പുഴയ്ക്ക് കൊടുത്തിരിക്കുന്നത്, എത്ര കോടിയാണ് അവിടെ വടകരയിൽ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുത്തതിൻ്റെയൊക്കെ തെളിവല്ല, അത് സാക്ഷ്യപ്പെടുത്തുന്ന ടൂറിസം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ പണിതീരാറായി. നിങ്ങൾ കേട്ടില്ലേ? ടൂറിസം മന്ത്രി കഴിഞ്ഞ 2 വർഷമായിട്ട് യാസിനെയായി പറയുന്നത്, 2 വർഷമായിട്ടേ ഒരു മീറ്റിങ്ങിന് പോലും പങ്കെടുത്തിട്ടില്ല. എന്നിട്ടും കൊടുത്തു. അതിന്റെ റിസൾട്ട് കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഉയരുന്നു എന്ന കൃത്യമായിട്ട് സുരേഷ് ഗോപി എടുത്തു പറയുന്നത്. ഇവിടെ കേരളത്തിന് തരുന്നില്ലോ എന്നൊന്നും പറഞ്ഞത് ഇനി അധിക കാലൊന്നും മുന്നോട്ട് പോവില്ല. കൃത്യമായിട്ട് അതിന്റെ റിസൾട്ടുകൾ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലും കണ്ടോണ്ടിരിക്കുക. PM ശ്രീ കൊണ്ടുവന്നു, അതിനെ എതിർത്ത്, പക്ഷെ ആ പണം വാങ്ങാൻ നോക്കി ഇപ്പൊ UDF വന്നു, ആ PM ശ്രീയെ സ്വീകരിക്കുന്നു. അതായത് പണം വേണ്ട എന്നും പറയും, കിട്ടുന്നില്ലോ എന്ന് പറയും. ഇതൊക്കെ ആയിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടൂറിസം മന്ത്രി ഉണ്ടല്ലോ, അത് LDF UDF എന്നൊന്നുമില്ല, ഇത്രയും കാലം ഭരിച്ചവർ ഒന്നിനും കൊള്ളാത്ത ആളുകളായതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലൊന്നും ടൂറിസം മലയാളികൾ അർഹിച്ച തരത്തിലേക്ക് ഇന്നേ വരെയായിട്ട് ഉയരാത്തത് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ദീർഘവീക്ഷണമുള്ള ടൂറിസം മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേരളം സഞ്ചാരികളുടെ പറുദീസയായിട്ട് മാറേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു. ലോക സഞ്ചാരികൾ നമ്മുടെ കേരളത്തിലേക്ക് പറന്നെത്തുമായിരുന്നു. ദീർഘവീക്ഷണമുള്ള ടൂറിസം മന്ത്രിമാരൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ. സുരേഷ് ഗോപിയൊക്കെ കൃത്യമായിട്ട് ഓരോ ഭാഗത്തെയും വികസനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ പോലും കേരളത്തിലെ മന്ത്രിമാർ തയ്യാറല്ല. അപ്പൊ കേരളവും കൃത്യമായിട്ട് മോദി സർക്കാരിന്റെ വികസനത്തിന്റെ ഭാഗമാവണമെങ്കിൽ മോദി സംവിധാനങ്ങളെ വിജയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് വിവേകമുള്ള സകല മലയാളികളും ഇത്തരം പ്രസംഗത്തിലൂടെ കൃത്യമായിട്ട് തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. എയിംസ് ഒക്കെ കൊണ്ടുവരുന്നത് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം ഈ പറയുന്ന UDF-ലെയും LDF-ലേക്ക് MP-മാരെ വിജയിപ്പിച്ച് അവര് തന്നെ രാജ്യം ഭരിച്ച എത്ര കാലം ഉണ്ടായിരുന്നു, 10-60 വർഷേ. എന്നിട്ട് ഇന്നേ വരെയായിട്ട് ഒരു എയിംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ സുരേഷ് ഗോപി അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോ സുരേഷ് ഗോപിക്കിട്ട് തന്നെ പണി കൊടുക്കാൻ UDF-നൊന്നും നാടല്ലേ? നിങ്ങളൊക്കെ ചോറ് തന്നെയാണോ വാരി തിന്നാറുള്ളത്?